ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെയായിട്ട് ആ ഗാങ്സ്റ്റർ പോയിട്ട് അങ്കിളോട് സംസാരിച്ചു. അങ്ങനെ ഹീറോയ്ക്ക് ഒരാങ്കിൾ പിന്നെ ആ വീട് വിട്ടുകൊണ്ട് അങ്ങനെയായിട്ട് ആ പെണ്ണിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. അവർ വീട്ടുകാർ ആൻറ്റിക്ക് അങ്കിൾക്ക് അങ്കിള് ഇതാക്കി അർജുൻ വന്ന് അങ്കിളോട് സംസാരിച്ചു. അങ്കിൾക്ക് ഷോക്കായിരുന്നു. നീ അത് അതെ അങ്കിളോട് പറയാതെ അങ്കിൾക്ക് അത് കേട്ട് ഷോക്കായിരുന്നു. ശരി, ഓക്കെ, ഇത് പറയണ്ട ആരോടും. പിന്നെ അങ്കിളോട് പറഞ്ഞു. അങ്കിൾ പിന്നെ ഇപ്പം ഇതിരുന്നാൽ ശരിയാവില്ല. അങ്ങനെയായിട്ട് ഹീറോയിനെ വെളിനാട്ടിലേക്ക് പഠിക്കാൻ അല്ല വെളിനാട്ടിൽ സിറ്റിക്ക് അയച്ചിരുന്നു. സിറ്റിയിൽ പഠിച്ച എൻ്റെ ഒരു വീടുണ്ട്, എനിക്കൊരു കോളേജ് അവിടെ ഉണ്ട് എന്ന് അവിടെ പഠിക്കട്ടെ എന്ന് ഹീറോയിനെ അയച്ചായിരുന്നു. അങ്കിൾ പറഞ്ഞു ആ വീട്ടിൽ അർജുൻ താമസിക്കാൻ തുടങ്ങി. അർജുൻ താമസിക്കായിരുന്നു. അർജുനക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ അങ്കിൾ ആൻറ്റിക്ക് വെച്ചിട്ടുണ്ടോ ഞാൻ പണിയെന്ന് അങ്കിൾ ആൻറ്റി ഓർക്കായിരുന്നു. ഞാനെ കുറച്ച് അങ്കിൾ ആൻറ്റിക്ക് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. ഈ വീട് വിട്ടു കഴിഞ്ഞോ? വിട്ടു കഴിഞ്ഞു. ഈ അർജുൻ ആരും കാണുന്നില്ല പെണ്ണുകൾ. അർജുൻ്റെ ആൻറ്റി അല്ല, അർജുൻ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. ആൻറ്റി പ്ലാൻ ചെയ്ത് മോളൊന്ന് കൊടുത്തയച്ചാണ്. രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയി പിന്നെ ഇവർക്ക് പിടിച്ച് മാരേജ് ആയിരിക്കും. ആൻറ്റി പ്ലാൻ ചെയ്തായിരുന്നു. ആൻറ്റിൻ്റെ മോൾക്ക് ഓൾറെഡി മാരേജ് ആയിരുന്നു. അതെ, മാരേജ് ആയിരുന്നു. ഓക്കെ, അതേത് സീക്രട്ട് ആയിരുന്നു. അങ്ങനെ മാരേജ് ആയ മതി. അവൾക്കൊരു ബേബി ഉണ്ട് പറഞ്ഞ് അത് സീക്രട്ട് ആയിട്ടു. പിന്നെ ഇങ്ങനെ ലവ് ചെയ്യിച്ചിട്ട് അവനൊരു ഒരു ബേബി ഉണ്ടായിരുന്നു. ബോയ് ബേബി ആയിരുന്നു. അതെ, അവൾക്ക് പറഞ്ഞ ബേബി വേണ്ട. അവൻ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് മാരേജ് മതി. ബേബി ആയിന് മാത്രം മാരേജ് ആയിട്ടാ മാത്രം ബോയ് ഫ്രണ്ട് ആക്കിയിട്ട് വന്നേനെ. അവൾ മാരേജ് ആയിക്കാൻ പറഞ്ഞ ബോയ് ഫ്രണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അർജുനക്ക് ആ പെണ്ണിങ്ങനെ ഐസ്ക്രീം പായസം കൊടുത്തിട്ട് പോയായിരുന്നു. പെണ്ണ് വന്ന് ചിരിച്ചിട്ട് അർജുനൻ കുറേ ഡ്രസ് ചെയ്ത് അർജുൻ കണ്ട് കഥ പോകുന്നു. അമ്മ ഞാൻ ഭംഗിയില്ലേ, അമ്മ പറയുന്നത് സുന്ദരി എന്ന്. അതിനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അർജുൻ ഒരാളെ കണ്ടിട്ട് വിളിച്ചിട്ട് റൗഡിയായിരുന്നു. വിളിച്ചിട്ട് പിന്നെ അവളെ പേര് പറഞ്ഞ് അവളെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പിന്നെ അർജുൻ കിട്ടായിരുന്നു. ശരി, പ്ലാൻ ചെയ്ത മതി. ആ പെണ്ണും കൂടെ അവന് ക്ലോസ് ഇരിക്കുന്ന മതി. അമ്മ വന്നിട്ട് അങ്ങനെ ക്ലോസ് ഇരുന്നായിരുന്നു. അങ്ങനെ വീഡിയോ കോൾ CD ആയിട്ട് അമ്മയൊക്കെ അയച്ചിട്ട് അമ്മക്ക് ടെൻഷനായിരുന്നു. അമ്മ ഇത് ഫിലിമിൻ്റെ CD എന്ന് ഒരാൾ വന്ന് കൊടുത്തത് ഓഫർ എന്നിട്ട് അതിൽ നോക്കുമ്പോൾ ഈ പിന്നെ മകൾ വേറെ ഒരു പിന്നെ ആ ചെക്കൻ്റെ കൂടെ ക്ലോസ് ഇരിക്കുന്നത് അതിലായിരുന്നു. ഇവർക്കിടെ ഇടയ്ക്ക് മാരേജ് ആയിക്കോണം, ഇല്ല ഞാനിത് ഫുള്ള് കൊടുക്കുമെന്ന് അങ്ങനെ മിരട്ടായിരുന്നു. ഇല്ല ഇതിന് ഇത്ര പണം തോന്നുന്നു, ഇല്ല ഇവരെ മാരേജ് ആയിക്കോണം, ഇങ്ങനെ ഇത് മിരട്ടായിരുന്നു. അത് കേട്ടോ അവർക്ക് ഷോക്കായിരുന്നു. ഇല്ല വേറെ വയ്യില്ല, ഇവരെ മാരേജ് കഴിച്ചാൽ പണമൊന്നും കേൾക്കില്ല. അത് മിണ്ടാതിരുന്നു ആൻറ്റി. കാരണം ആ പെണ്ണുക്ക് ഇഷ്ടമില്ലായിരുന്നു. അമ്മ വേണ്ട എന്ന് പറഞ്ഞ് കേൾക്കാതെ മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെ ആ പെണ്ണുക്ക് വേറെ വയ്യില്ലെന്ന് ഹസ്ബൻഡ് വേണ്ടെന്ന് ഹസ്ബൻഡ് കണ്ണത്തൊക്കെ പളാന്ന് ഒരു അടി വെച്ച് മറിയാതെ എന്നെ കൂടെ ജീവിക്കുക, നമുക്കൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് മറട്ടി ഇനി വേറെ വയ്യില്ല പെണ്ണ് അവിടെ ജീവിക്കായിരുന്നു. ഈ ആൻറ്റിക്ക് ടെൻഷനായിരുന്നു. അവരുടെ മകനുണ്ടായിരുന്നു. മകൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ മകനോട് പറയുന്നു, അമ്മ ഞാൻ അവളെ മാരേജ് ആയിക്കോണമെന്ന് പറഞ്ഞത്. എന്താ ഇപ്പോൾ എവിടെ ഉള്ളത് അറിയില്ല എന്ന് അമ്മ പറയായിരുന്നു. ശരി ഞാൻ നോക്കിക്കോളാം അമ്മ, എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് ആ ചെക്കൻ പോയിരുന്നു. ആൻറ്റിയുടെ മകൻ അങ്ങനെ ഹീറോയിൻ്റെ ഇപ്പോൾ ഹീറോ സിറ്റിയിലുണ്ട്. നമുക്ക് അർജുനന് ഞാൻ സിറ്റിക്ക് പോകുന്നു. ഇപ്പം നമുക്ക് പ്രിയാനൊക്കെ അനു പറയായിരുന്നു, മച്ചി ഒരു കാറി കേട്ടോ, ആയിഷ എവിടെ? ആയിഷ നമുക്കൊരു ഫിലിം വീഡിയോ കെട്ടിട്ടേ അവർ വരാൻ പോകുന്നു ഇവിടേക്ക്. എന്താ TV-യിലുള്ളവർ വരാൻ പോണ, TV-യിലല്ലേ മൊബൈലിലുള്ളവർ വരാൻ പോവാ. അതിന് നിനക്ക് അതിൽ ഒരാൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്കെല്ലാവരും പിടിക്കുമോ, അതൊക്കെ എന്താ അവരിൽ വരാൻ പോവാ. എനിക്കതിൽ ഒരാൾ പിടിച്ച് നിനക്കറിയൂല. അറിയോ ആയിഷ പറയായിരുന്നു. എടി അവർ വരാൻ പോവാ, ഞാൻ ഭയങ്കര ഹാപ്പി, എൻ്റെ BTS മെമ്പർ വരാൻ പോവാ. അതൊക്കെ എന്നിട്ടല്ലേ ഇങ്ങനെ അവർ എന്നിട്ട് വെളിനാട്ടിൽ ബോയ്സാണ്. അതൊരു വെളിനാട്ട് ബോയ്സാണ്. ശരി, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പ്രിയ കേൾക്കായിരുന്നു. ശരിയടി സാരില്ല, നമുക്ക് പോയിട്ട് നോക്കി വരാം എന്ന് പ്രിയനോട് പറയായിരുന്നു അനു. ശരി, ഓക്കെ. ആയിഷ പറയത്തോളൂ, ഞാൻ കണ്ടിട്ട് പോയത് ഓട്ടോഗ്രാഫ് വേണം. പ്രിയ പറയുന്നു, എത്ര ടിക്കറ്റ്? സോറി മച്ചി, അത്ര പണമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ദൂരം ഒന്ന് നോക്കാം. എടി നീ വിഷമിക്കട, നമ്മൾ ഓട്ടോഗ്രാഫ് മേടിച്ച് തരാം. ശരി, ഓക്കെ പറയായിരുന്നു അനു. ശരി അനു പറയായിരുന്നു, വിഷമിക്കണ്ട, നമുക്ക് അവർ ഉള്ള പ്ലേസില്ല, ഇവർ അവിടെ തന്നെ, ഇവർ വീട് നമ്മൾ കുറച്ച് ദൂരെയാണടി വീട് എന്ന് പറയായിരുന്നു. കേട്ടായിരുന്നു. അത് റൂമറായിട്ടിരിക്കും. ആയിഷ പറയുന്നു, ഇല്ലടി ഈ പ്ലേസിൽ ആരടി താമസിക്കുക, ഇവിടെ വലിയൊരു ഹോട്ടലുണ്ട്, ഹോട്ടലായിട്ടിരിക്കടി താമസിക്കുന്നത്. എല്ലാ ഐഡൽസ് ഔട്ടും സിംഗർ ഔട്ടും ആക്ട്രസ് അല്ലേ, ഇത് ആ ഹോട്ടലാണ് താമസിക്കുന്നത് പറയായിരുന്നു. ശരി ഇവിടെ ആരും താമസിക്കലായിരുന്നു. ശരി, ഓക്കെ എന്നാൽ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നത്. ആയിഷ ബാബു ഇങ്ങനെ പോയിട്ട് ഓട്ടോഗ്രാഫ് അത് ഇതെല്ലാം മെയിൻറ്റ് വന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മച്ചി എനിക്ക് ഓട്ടോഗ്രാഫ് കിട്ടി എന്ന് സന്തോഷത്തിലുള്ളായിരുന്നു. ശരിയടി ഓട്ടോഗ്രാഫ് കിട്ടിയാണ് ഇപ്പം എന്തിനാ തുള്ളുന്നത്? നല്ല മഴ വരുന്നത്. നല്ല മഴ നൈറ്റ്. ഹീറോയ്ക്ക് മഴ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആയിഷ
ആയിഷക്ക് നല്ല ഉറക്കമായിരുന്നു ആയിഷക്ക്. ഹീറോയിൻ നോക്കുമ്പോൾ ജനലിൽ നോക്കുമ്പോൾ നല്ല മഴ വരുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആയിഷ ആയിഷ എനി നിന്റെ ഉറക്ക് മച്ചി വാടി എന്നെ ആയിഷനെ വലിച്ചോണ്ട് പോയി. എന്നെ മാത്രം ഉറക്കി വെച്ചാൽ എന്താ നിന്റെ ഫ്രണ്ട് എന്നാ പറയുന്നു. ഹീറോ അവളെ കുറിച്ച് വലിച്ചോണ്ട് രണ്ടുപേരും വലിച്ചോണ്ട് വന്ന് ഞാൻ പാട്ട് വെക്കടി ഞാൻ കളിക്കാം. ശരിയടി മഴ വരുന്നു എൻജോയ് ചെയ്യാം. അവർ വീടെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഹീറോ ഡാൻസ് കളിക്കുന്നത് നോക്കായിരുന്നു. ആയിഷ പറയായിരുന്നു, എടി ഏതോ ഒരു ചെക്കർ ഇവളെ സൗന്ദര്യം കണ്ട് മയങ്ങി വന്ന് കിസ് ചെയ്താൽ നമ്മ എന്ത് ചെയ്യാ എന്നെ ആയിഷ പറയായിരുന്നു. ഇവളെ സൗന്ദര്യക്ക് മയക്കാത്ത ആളാ ഒരു വില. ആയിഷ പറയായിരുന്നു, ആയിഷ എന്നോട് പറയായിരുന്നു നമ്മളെ അനു, ഒരു വില ഇവ പറഞ്ഞ മതി ഏതൊരു സൂപ്പർ ബോയ് ഹാൻസമുള്ള ബോയ് വന്ന് ഹീറോയിനെ കിസ് ചെയ്താൽ എങ്ങനെ ഇരിക്കൂ എന്ന് അവർ ഡ്രീം കാണാൻ നിൽക്കായിരുന്നു. തലക്കെ ആയിഷ കുത്തിയായിരുന്നു. എടി അത് റിയൽ നടക്കൂടി. ഇല്ല ഒരു വില നോക്കൂ, ഒരു വേള ആ ജിമ്മിനി വന്ന് ഇവളെ കിസ് അടിച്ചാൽ നിനക്ക് ഓക്കെ ആണോ എന്ന് ആയിഷ കേട്ടായിരുന്നു. ഇത് കേട്ട് ആരും ടെൻഷനായിരുന്നു. എടി അതൊന്നും സംഭവിക്കില്ലടി, അവരും എത്ര വലിയ ആൻസമായ ബോയ്സ് അവരെല്ലാം എങ്ങനെയടി നമ്മളെ ഇവളെ സൗന്ദര്യമുള്ള എന്ത് ചെയ്യുക, അവർക്ക് ഇവളെ കണ്ടല്ലേ അവർക്ക് രണ്ടുപേർ ലവ് വരാ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇവർ വന്ന് രണ്ടുപേരും തല്ലാക്കായിരുന്നു. അതെ ജിമ്മിന് ഇങ്ങനെ ഫോളോസ് അനുസരിച്ച് വരായിരുന്നു. ജിമ്മിന് ആറാമനോട് പറയുന്നു, ശരി ഇപ്പം എന്ത് ചെയ്യുക, എനിക്ക് കുറച്ച് ടെൻഷനാവാം എങ്ങനെയായിട്ട് ഇപ്പം എന്താ ചെയ്യുക. ജിമ്മിന് പറയുന്നു, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ അമ്മ ജിമ്മിനും അമ്മയോട് വഴക്ക് പറഞ്ഞു, എൻ്റെ ആറാമ്മയോട് വഴക്ക് പറഞ്ഞു, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പിടിക്കുന്ന മാറി ഒരു ഗേൾ കിട്ടിയില്ല ഞങ്ങൾ. ആറാം പറയായിരുന്നു, ശരിടാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആക്കണ്ട, നിങ്ങൾക്ക് മാരേജ് ആയാലേ ഞാനപ്പോൾ അതായിരുന്നു അതെങ്ങനെ സെറ്റാവും എന്ന് ജിമ്മിന് പറയായിരുന്നു. ശരി നിങ്ങൾക്ക് 3 പേർക്ക് മാരേജ് ആയി, ഞങ്ങൾക്ക് എല്ലാവർക്കും മാരേജ് ആയി, നിങ്ങൾക്ക് 3 പേർക്ക് മാരേജ് ആയ പ്രശ്നം സോൾവ് ആവിടാ. ജിമ്മിന് പറയായിരുന്നു, നീ മാരേജ് കഴിച്ചാൽ വീടോടെ പറയായിരുന്നു. പറയാനാ എനിക്ക് പിടിച്ച മറി കിട്ടിയിട്ട ജങ്കൂരോട് എനിക്ക് പിടിച്ച മറി കിട്ടിയിട്ട എന്നാ ഒരു 2-3 പേര് അതേ ഡയലോഗ് പറയാം. ജിമ്മിന് പറയുന്നു, ശരി നോക്കാം എനിക്ക് പിടിച്ച മറി ഏത് കിട്ടുക. ജിമ്മിൻ്റെ അമ്മവായൊക്കെ പറയുന്നു, ഞാൻ ഈ പെടുന്ന അങ്ങനെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ. ജിമ്മിനിക്ക് തലക്ക് ടെൻഷൻ എന്നെ ഫോൺ ഉള്ളിലിട്ട് വെളിയിൽ വന്നു മായെന്നാണ് ഞാൻ നോക്കിയായിരുന്നു. ജിമ്മിനിക്ക് ഒരു വോയിസ് കേൾക്കാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് ഫോളോ ചെയ്തുകൊണ്ട് വരാൻ തുടങ്ങിയായിരുന്നു.